Hi, I am Valsala Suresh from Vasant Orchids. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ ഗാർഡനിൽ തന്നെയുള്ള കുറച്ച് റെയർ പ്ലാന്റ്സിനെ കുറിച്ച് പറഞ്ഞു തരുവാനാണ്. അത്ര കോമൺ അല്ലാത്ത പ്ലാന്റ്സുകളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കൂടാതെ ഒരേ ചെടിയുടെ തന്നെ ഡിഫറെന്റ് കളേഴ്സിലുള്ള പൂക്കളെയും കാണിക്കുന്നുണ്ട്. പുതിയതായി ഗാർഡൻ തുടങ്ങുന്നവർക്ക്, അതുമല്ല ഇപ്പോൾ ഈ കൊറോണ ടൈമില് കുറെ പേര് ഗാർഡനിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കൂടാതെ ചില ചെടികളുടെ പ്രത്യേകതകളും ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓർക്കിഡിലെ കാറ്റ്ലിയ വിഭാഗത്തിലെ യെല്ലോ കളർ ഫ്ലവേഴ്സ് ആണ്. ഇവയ്ക്ക് നല്ല വലിപ്പമുണ്ട്, കാണാനും നല്ല ഭംഗിയാണ്. ഇവ 2 ആഴ്ച വരെ വാടാണ്ട് ചെടിയിൽ തന്നെ നിൽക്കും. ഇതിന്റെ തന്നെ വേറെ ഒരു കളറാണ് റെഡ്. ഇതിന്റെ വേറെ കളേഴ്സ് വയലറ്റും ലൈറ്റ് ഓറഞ്ചുമാണ്. ഇത് ഓർക്കിഡിലെ തന്നെ പെൻസിൽ വാൻഡ എന്ന വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇതിന്റെ ഇലകൾക്ക് പെൻസിൽ ഷേപ്പാണ്, അതുകൊണ്ടാണ് ഇതിനെ പെൻസിൽ വാൻഡ എന്ന് വിളിക്കപ്പെടുന്നത്. ഇതിനെ 8 അടി വീരൻ എന്നും പറയും. എന്തുകൊണ്ടെന്നാൽ ഇതിന്റെ പൂക്കൾ പൂക്കുന്നത് ഈ ചെടിക്ക് ഒരു 8 അടി പൊക്കം വെക്കുമ്പോഴാണ്. ഇതിന്റെ പൂക്കൾക്ക് ലൈറ്റ് ആൻഡ് ഡാർക്ക് വയലറ്റ് കളറാണ്. ഞാനിത് ടെറസില് നല്ല വെയിലത്ത് ഭിത്തിയോട് ചേർത്താണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ വേരുകൾ അപ്പോൾ ഭിത്തിയിൽ പിടിച്ച് വളരുന്ന കാരണം ഈ പൊക്കമുള്ള ചെടി കാറ്റത്ത് വീഴാതിരിക്കാൻ സഹായിക്കും. ഇത് ഓർക്കിഡിലെ തന്നെ ഒരു മലേഷ്യൻ വെറൈറ്റിയാണ്. ഇതിന്റെ ഇലകൾക്ക് ലോങ് ഗ്രാസിന്റെ ഒരു ഷേപ്പാണ് ഉള്ളത്. ഇവയുടെ കളറും ഒരു ലൈറ്റ് വയലറ്റും സെന്ററിൽ അല്പം ഡാർക്ക് വയലറ്റുമാണ്. ഇവയ്ക്ക് ഒരു മീഡിയം സൺലൈറ്റ് ആവശ്യമുണ്ട്. ഇത് ഓർക്കിഡിലെ തന്നെ ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ്. ഇത് മുകളില് തൊണ്ടിലാണ് ഞാൻ പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ധാരാളം തൈകൾ ഇങ്ങനെ താഴേക്ക് വളർന്നു വരാറുണ്ട്. നമ്മൾ അത് കട്ട് ചെയ്താൽ നമുക്ക് വേറെ ചെടികളായി. ഇതിന്റെ ഫ്ലവേഴ്സ് ലൈറ്റ് വയലറ്റ് കളറാണ്, വെള്ള എന്നും വേണമെങ്കിൽ പറയാം. ഇതിന്റെ പൂക്കൾ അധികം നാൾ നിൽക്കില്ല, മാക്സിമം ഒരാഴ്ചയെ നിൽക്കാറുള്ളൂ. ഇത് ഓർക്കിഡിലെ ഡെൻഡ്രോബിയം വിഭാഗത്തിലെ നല്ല ഹൈറ്റ് ഉള്ള ഒരു ചെടിയാണ്. ഡെൻഡ്രോബിയം എന്ന് പറഞ്ഞാൽ തന്നെ മരത്തിൽ പിടിച്ചു വളരുന്ന ചെടികൾ എന്നാണ് അർത്ഥം. ഇതിൽ ഇപ്പോൾ നല്ല 5-6 നല്ല നീളമുള്ള പൂക്കളാണ് വിരിഞ്ഞിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഇവയ്ക്ക്. 2 മാസം വരെ ഈ പൂക്കൾ നിലനിൽക്കും. ഇതിന്റെ പൂക്കൾക്ക് ഒരു ലൈറ്റ് യെല്ലോയും മജന്ത കളറുമാണ് ഉള്ളത്. ഈ പൂക്കള് ഡെൻഡ്രോബിയത്തിലെ തന്നെ മറ്റൊരു ഇനമായ ബുരാന ഗോൾഡ് എന്ന് പറയുന്ന പൂക്കളോട് സാദൃശ്യമുണ്ട്. ഈ ചെടിയെ കാർണേഷൻ പ്ലാന്റ് എന്നാണ് വിളിക്കുന്നത്. ഇതില് പൂവൊന്നും ഉണ്ടാകില്ല. ഒരു പിങ്ക് കളറില് ചെറിയ പൈനാപ്പിൾ ആണ് ഇതിൽ ഉണ്ടാകുന്നത്. ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് സിറ്റൗട്ടില് വെള്ളത്തിലും വെച്ച് വളർത്താവുന്നതാണ്. ഇത് ഞാൻ ഈയിടെ മേടിച്ച ഒരു ചെമ്പരത്തിയാണ്. നല്ലൊരു റെഡ് കളറിലുള്ള ഭംഗിയുള്ള പൂവാണ് ഇതിൽ വിരിയുന്നത്. ഇതിന്റെ ഇലകൾ നമ്മുടെ സാധാരണ ചെമ്പരത്തിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 3 ഇല ഷേപ്പാണ് ഇതിനുള്ളത്. ഇത് എന്തിന്റെ പൂവാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞങ്ങളുടെ ടെറസിലെ വെജിറ്റബിൾ ഗാർഡനിലെ മഞ്ഞൾ ചെടിയുടെ പൂവാണ്. ഇതിന് നല്ല സ്മെല്ലുമാണ് ഉള്ളത്. ടെറസിലെ വെജിറ്റബിൾ ഗാർഡന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൗഡർ ഫ്ലവേഴ്സ് ആണ്. പെട്ടെന്ന് നോക്കിയാൽ ഇവ മുല്ല പോലെ തന്നെ തോന്നും. ഈ ചെടിയുടെ പൂവിന്റെ ഫ്രാഗ്രൻസിൽ നിന്നാണ് യാഡ്ലി പൗഡർ ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ ആന്തോറിയത്തിലെ തന്നെ കുറച്ച് റെയർ കളേഴ്സ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഒരു ലൈറ്റ് ഗ്രീൻ ഫ്ലവറിലുള്ള ആന്തോറിയമാണ്. അതുപോലെ തന്നെ ഇത് ഒരു ലൈറ്റ് പിങ്ക് ബട്ടർഫ്ലൈ ഷേപ്പാണ് ഇതിന്റെ ഫ്ലവേഴ്സിനുള്ളത്. അതുപോലെ തന്നെ ഒരു ലൈറ്റ് വയലറ്റിലും നമുക്ക് ആന്തോറിയം ഫ്ലവേഴ്സ് കാണാം. ഇത് ആന്തോറിയത്തിലെ മിനിയേച്ചർ വെറൈറ്റികളിലുള്ള പൂക്കളാണ്. ഇതിൽ തന്നെ ധാരാളം കളേഴ്സ് അവൈലബിൾ ആണ്. ലൈറ്റ് ഓറഞ്ച്, പേർപ്പിള്, റെഡ്, വൈറ്റ്, ഇങ്ങനെ ധാരാളം കളേഴ്സിൽ ഇവ നമുക്ക് കിട്ടുന്നതാണ്. ഇതിന്റെ ഇലകൾ തീരെ ചെറുതാണ്. ഇവ ഫ്ലാറ്റിലും മറ്റും താമസിക്കുന്നവർക്ക് സിറ്റൗട്ടിലും മറ്റും വെക്കാൻ പറ്റിയ ചെടികളാണ്. നമുക്കെല്ലാവർക്കും യെല്ലോ ഒൻസീഡിയം അല്ലെങ്കിൽ ഡാൻസിങ് ഗേളിനെ പറ്റി നന്നായിട്ട് അറിയാമല്ലോ. പക്ഷെ ഇത് ഒൻസീഡിയത്തിൽ തന്നെ ഓറഞ്ച് കളർ ഉള്ള ചെടിയാണ്. ഇത് പിങ്ക് കളർ ഒൻസീഡിയം ആണ്. ഇതിന്റെ ഇലകളും തീരെ ചെറുതാണ്. ഇവയൊക്കെ മിനിയേച്ചർ വെറൈറ്റിയിൽ പെട്ടതാണ്. ഇതിന്റെ തന്നെ മെറൂൺ ആൻഡ് വൈറ്റും ഉണ്ട്. മിനിയേച്ചർ വെറൈറ്റിയിൽ തന്നെ വേറെയും ധാരാളം കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഓഫ് വൈറ്റ് കളറാണ്. ഇതിന്റെ മേലകൾ തീരെ ചെറുതാണ്. ഇത് ലൈറ്റ് വയലറ്റ് കളറിലുള്ള ഒൻസീഡിയം ആണ്. ഇതൊരു മൾട്ടി കളർ ഒൻസീഡിയം ആണ്. നമുക്കെല്ലാവർക്കും വെള്ള മന്ദാര ചെടിയെ കുറിച്ച് അറിയാമല്ലോ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈറ്റ് യെല്ലോ മന്ദാര പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ്. ഇതൊരു ചെറിയ കുറ്റിച്ചെടിയല്ല. ഇതിന്റെ ചെടി ഒരു ചെറിയ മരം പോലെ വളരുന്നതാണ്. മറ്റൊരു പ്രത്യേകത, ഇതിന്റെ പൂക്കൾ വാടിക്കഴിയുമ്പോൾ ഇതുപോലെ ഒരു ലൈറ്റ് വയലറ്റ് കളറാവുന്നതാണ്. ഇതും മന്ദാരത്തിലെ ലേറ്റസ്റ്റ് കളറായ മജന്തയാണ്. നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഇവയ്ക്കുള്ളത്. ഇത് കോളാമ്പി പൂക്കളിൽ തന്നെ ലേറ്റസ്റ്റ് കളറായ ലൈറ്റ് ആൻഡ് ഡാർക്ക് മജന്ത ആണ്. ഇത് ഡാർക്ക് ഓറഞ്ച് ആണ്. ഇതിൽ തന്നെ ലൈറ്റ് ഓറഞ്ചും ഉണ്ട്. വീണ്ടും ഒരു കളർ ഉള്ളത്
നല്ല ലൈറ്റ് യെല്ലോ ആണ്. പക്ഷെ ഇതിന്റെ എല്ലാം നമ്മുടെ ഓർഡിനറി നമ്മളെല്ലാം പരിചയമുള്ള യെല്ലോ കൊളാമ്പിയേക്കാളും ഇല വ്യത്യസ്തമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഡീനിയത്തിന്റെ തന്നെ ബുഷ് വെറൈറ്റി ആയ ലൈറ്റ് യെല്ലോ, ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക്, വൈറ്റ് എന്നീ കളേഴ്സ് ആണ്. ഇത് എയർ പ്ലാന്റ് ആണ്. നമ്മുടെ എയറിനെ ഇത് പ്യൂരിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ആ പേര് കിട്ടിയിരിക്കുന്നത്. ഇത് ഹാങ് ചെയ്യുന്നത് ഒരു പോട്ടില് ഞാൻ തല കീഴായി വെച്ചിട്ട് അതിലാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിന്റെ കളർ ഡാർക്ക് ഗ്രീൻ ആയിട്ട് വരും. ഇനി നമുക്ക് കുറച്ച് ഹെലിക്കോണിയ ഫ്ലവേഴ്സ് കാണാം. ഇതില് റെഡ് വിത്ത് യെല്ലോ സാധാരണ എല്ലായിടത്തും കാണുന്ന ഫ്ലവർ ആണ്. കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് പിങ്ക് വിത്ത് യെല്ലോ, റെഡ് വിത്ത് ഓറഞ്ച്, ഡാർക്ക് യെല്ലോ, പ്ലെയിൻ സിംഗിൾ ഓറഞ്ച് എന്നീ കളേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ കൊറോണ സമയത്ത് എല്ലാവർക്കും ധാരാളം ഫ്രീ ടൈം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ ഗാർഡനിലേക്ക് ഇറങ്ങിച്ചെന്ന് കുറച്ച് ഗാർഡനിങ്, ചെടികളെ കെയർ ചെയ്യുക, ചെടിക്ക് വെള്ളം ഒഴിക്കുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്താൽ നമുക്കത് ഒരു മെന്റൽ റിലാക്സേഷനും ഫിസിക്കലായിട്ട് കുറച്ച് എക്സസൈസും കിട്ടുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.